വെൽക്കം ടു നേനസ് കിച്ചൺ. ഞാൻ ഇന്ന് ഉഴുന്ന് വടയുടെ റെസിപ്പിയാണ് ചെയ്യണത്. അപ്പോൾ ഇതൊരു ഏകദേശം 1/2 കിലോ ഉഴുന്ന് എടുത്തിട്ട് ഞാൻ നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. അപ്പോൾ കുതിർന്നപ്പോൾ വീർത്ത് വന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര എമൗണ്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഏകദേശം 1/2 കിലോ ഉഴുന്നാണുള്ളത്. ഞാൻ എപ്പോഴും അളവ് കാണിക്കുന്ന ഗ്ലാസ്സിലെ ഈ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് ഉഴുന്നാണ് കറക്റ്റ് ഉണ്ടായിരുന്നത്. അത് ഞാൻ കുതിർത്തെടുത്തതാണ്. പിന്നെ നമ്മളെപ്പോഴും ഉഴുന്നുവട ഉണ്ടാക്കുന്ന ടൈമിൽ ഇതിപ്പോൾ ഒരു 3 മണിക്കൂർ ഞാൻ കുതിർത്തപ്പോൾ തന്നെ നന്നായിട്ട് കുതിർന്നു വന്നു. ഒന്നാമത് ഇവിടുത്തെ കാലാവസ്ഥ ചൂടായതുകൊണ്ടും പിന്നെ പൈപ്പിൽ ചെറിയ ചൂടുകളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നന്നായിട്ട് കുതിർന്നു വന്ന് ഞാൻ അതിനെ നന്നായിട്ട് കഴുകിയിട്ടാണ് കുതിർത്തിട്ടത്. പിന്നെ എന്നാലും 2-3 പ്രാവശ്യം ഒന്നും കൂടി വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് പിന്നെ ഫുള്ള് സ്ട്രെയിൻ ചെയ്ത് വെച്ചേക്കാണ്. ഒട്ടും വെള്ളം ഇല്ലാത്ത രീതിയിൽ ഞാൻ ഉഴുന്നിനെ എടുത്തേക്കാണ്, സ്ട്രെയിൻ ചെയ്തേക്കാണ്. നമ്മൾ ഈ ഉഴുന്ന് കഴുകി ആ വെള്ളത്തോട് കൂടി തന്നെ കുറച്ച് വെള്ളത്തോടുകൂടി വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരയ്ക്കുമ്പോൾ എപ്പോഴും ഉഴുന്ന് വടയ്ക്ക് വെള്ളം കൂടിപ്പോവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ നമ്മളെപ്പോഴും ഉഴുന്ന് വട ഉണ്ടാക്കുമ്പോൾ സേഫ് ആവാൻ വേണ്ടിയിട്ട് ഉഴുന്ന് നന്നായിട്ട് കഴുകി നന്നായിട്ട് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാനാണ് നല്ലത്. പിന്നെ ഉഴുന്ന് വട ഉണ്ടാക്കാൻ എപ്പോഴും നല്ലത് ഇങ്ങനത്തെ മുഴുവൻ ഉഴുന്നാണ്. സ്പ്ലിറ്റ് ആയിട്ടുള്ള ഉറുദുദാലല്ല, നമ്മുടെ ഫുൾ ഉഴുന്നില്ലേ, അതാണ്. ഈ ഉഴുന്നോണ്ട് ഫുൾ ഉഴുന്നോണ്ട് ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചുകൂടി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട കിട്ടുക. പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 1.5 ടേബിൾ സ്പൂൺ പച്ചരിയും, നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ മിക്സ് ചെയ്ത് ഇട്ടേക്കണം. 1.5 ടേബിൾ സ്പൂൺ പച്ചരിയും പിന്നെ 1.5 ടേബിൾ സ്പൂൺ ഉഴുന്ന്, നമ്മുടെ ഉഴുന്നും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നമ്മൾ ഡ്രൈ ഫ്രൈ പാനിൽ ഒരു ചെറിയ പാത്രത്തിലിട്ട് ചൂടാക്കി എടുക്കാം. ഓവനിലാണെങ്കിൽ ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് ചൂടാക്കുമ്പോഴേക്കും ചൂടായി കിട്ടും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാൻ ഉണ്ടാക്കുന്ന ഉഴുന്നുവടയിൽ. കാരണം നമ്മൾ ഈ ഉഴുന്ന് അരയ്ക്കുമ്പോൾ ഒന്ന് വല്ല വെള്ളം കൂടിപ്പോയാൽ അത് ബാലൻസ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇപ്പോൾ കടയിലൊക്കെ കിട്ടുന്ന ഉഴുന്നുവട എങ്ങനെയാണ്, ഉള്ളു നല്ല സോഫ്റ്റും പുറം മുരിഞ്ഞുമല്ലേ ഇരിക്കണേ. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ പുറം നല്ല ക്രിസ്പി ആയിട്ടും അകം നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പച്ചരിയും ഉഴുന്നും കൂടി ഇങ്ങനെ വറുത്തിട്ട് പൊടിക്കണത്. ഈ പൊടി ചേർക്കുമ്പോഴാണ് നമ്മുടെ പുറം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണത്. അപ്പോൾ ഇത് ഒരു 1/2 കിലോയുടെ അളവിന് ഒരു 1.5 ടേബിൾ സ്പൂൺ ഉഴുന്നും 1.5 ടേബിൾ സ്പൂൺ പച്ചരിയാണ്. അപ്പോൾ ഈ ഉഴുന്നിൻ്റെ പച്ചരിയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. ഇത് ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾ എടുക്കണം ഉഴുന്നുവട ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ എടുക്കണം ഉഴുന്ന് എത്രയാണോ ആ അളവനുസരിച്ച് ഇതിനെ മാറ്റാം. ഇപ്പോൾ ഒരു 2 കപ്പൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വീതം മതിയാവും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ മിക്സിയുടെ ബൗള് നന്നായിട്ട് വെള്ളം ഇല്ലാണ്ട് എടുത്തിട്ട് നമുക്ക് ഈ ഉഴുന്നും പച്ചരിയും കൂടി ചൂടാക്കി വെച്ചതുണ്ടല്ലോ, ഡ്രൈ റോസ്റ്റ് ചെയ്തത് ഒന്ന് പൊടിച്ച് മാറ്റി വെക്കണം. അതിനുശേഷമാണ് നമ്മൾ ഉഴുന്ന് അരയ്ക്കണത്. അപ്പോൾ ഞാൻ ഇതൊന്ന് പൊടിച്ച് മാറ്റിയിട്ട് ഉഴുന്ന് എങ്ങനെ അരയ്ക്കണമെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഉഴുന്നും അരിയും കൂടി പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഫൈനായിട്ടുള്ള പൊടിയായിട്ട് തന്നെ നല്ല എളുപ്പം പൊടിഞ്ഞു കിട്ടും കേട്ടോ. പിന്നെ ആ ബൗളിൽ തന്നെ നമുക്ക് ഉഴുന്നുവട അരയ്ക്കാം. ഉഴുന്നുവട അരയ്ക്കുമ്പോൾ ഒരിക്കലും ഒരുപാടിട്ട് അരയ്ക്കരുത്. അപ്പോൾ നമ്മൾ അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ വെള്ളം ഒഴിക്കും. അങ്ങനെ ഒഴിച്ചിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ ഉഴുന്നുവടയുടെ മാവ് ഭയങ്കര ലൂസായി പോകണം. അപ്പോൾ കുറച്ച് ക്ഷമയോടുകൂടി അരയ്ക്കണം. കുറച്ച് ഉഴുന്നിട്ടിട്ട് കുറേശ്ശെ വെള്ളം, ഒരു 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ അരച്ചെടുത്താൽ മതി. അങ്ങനെയാണ് അരയ്ക്കേണ്ടത്. അപ്പോൾ നല്ല ഫൈനായിരിക്കണം അരയ്ക്കുമ്പോൾ. പക്ഷേ നമ്മൾ കയ്യിൽ ഇങ്ങനെ എടുത്ത് നോക്കിയാൽ ചെറിയൊരു തരി പോലെ കയ്യിൽ ഫീൽ ചെയ്യാൻ വേണം. അപ്പോഴാണ് ഉഴുന്നുവട നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. നോക്കിയാൽ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടാവണം, പക്ഷെ തൊടുമ്പോൾ ഒരു ചെറിയ തരി പോലെ കയ്യിൽ കിട്ടണം. ആ രീതിയിലാണ് നമ്മൾ ഉഴുന്നുവടയുടെ മാവ് അരച്ചെടുക്കേണ്ടത്. അപ്പം ഞാൻ കുറേശ്ശെ ഉഴുന്നിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇങ്ങനെ അരയ്ക്കണം. ഇപ്പം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, വളരെ കുറച്ച് ഉഴുന്നെടുത്തിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുള്ളൂ. ഇങ്ങനെ അരച്ചെടുക്കുക. നമ്മൾ ഒരുപാട് വെള്ളവും ഒരുപാട് ഉഴുന്നിട്ട് അരയ്ക്കുകയാണെങ്കിൽ വെള്ളം കൂടുതൽ ഒഴിക്കേണ്ടി വരും, മാവ് ലൂസായി പോകും. അപ്പോൾ അരയ്ക്കുന്നത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക, കുറച്ച് ക്ഷമയോടുകൂടി അരയ്ക്കുക. അപ്പോൾ ഞാനിനി ഉഴുന്ന് അരയ്ക്കുക, എന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, വളരെ കുറച്ച് എമൗണ്ടാണ് ഞാൻ ആദ്യത്തെ ലോട്ടിൽ അരച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഉഴുന്ന് കണ്ടാൽ നല്ല ഫൈനാണ് അരച്ചേക്കണം. പക്ഷേ നമ്മളിങ്ങനെ കയ്യിൽ ഇങ്ങനെ തിരുമ്പുമ്പോൾ ചെറിയൊരു പൊടി പോലെ ഫീൽ ചെയ്യും. അങ്ങനെയാണ് ഉഴുന്ന് അരച്ചെടുക്കേണ്ടത്. എന്നാൽ നല്ല ഫൈനാണോ എന്ന് ചോദിച്ചാൽ ഫൈനാണ്, ചെറിയൊരു തരി ഫീൽ ചെയ്യും. അങ്ങനെയാണ് പിടിക്കുമ്പോൾ മാത്രം ഒരു ചെറിയൊരു തരി ഫീൽ ചെയ്യും. അങ്ങനെയാണ് ഉഴുന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ അപ്പോൾ ഈ ഫുൾ ഉഴുന്നും ഞാൻ ഇങ്ങനെ അരച്ചെടുക്കുക. ഇപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളത്തിലാണ് ഞാൻ അരച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ ലൂസായി പോയിട്ടില്ല മാവ്. ഇതുപോലെ കുറച്ച് ഉഴുന്നായിട്ട് ഇട്ടിട്ടാണ് ഞാൻ അരച്ചെടുക്കണത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യണം. അപ്പോഴാണ് ഉഴുന്നോടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ മാവ് ലൂസായി പോകും. അപ്പോൾ ഞാൻ ഇനി ബാക്കിയുള്ള മാവും കൂടി ഫുൾ അരച്ചെടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് ബാക്കി പ്രൊസീജിയർ നോക്കാം. ഇപ്പോൾ നമ്മുടെ ഉഴുന്ന് ഫുള്ളായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ അരച്ചെടുത്തേക്കുന്ന ഉഴുന്നിലേക്ക് നമ്മൾ ഈ പൊടി ഉണ്ടല്ലോ, നമ്മൾ എന്താണ് പച്ചരിയും ഉഴുന്നും കൂടി വറുത്ത് പൊടിച്ച് വെച്ച പൊടി ചേർത്തിട്ട് നമുക്ക്, നിങ്ങളിപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയാൽ ഒട്ടും വെള്ളമുള്ള രീതിയിലല്ല ഞാൻ അരച്ചെടുത്തേക്കണം.
ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ പരമാവധി ബീറ്റ് ചെയ്യാം. ഈ മാവുണ്ടല്ലോ ഒരു ഫ്ലഫി ആവും, ഒരു കുറച്ചൊരു ഹെവിനെസ് പോയി ഒരു ലൈറ്റ് ഇതാവണ വരെ ഇങ്ങനെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോഴാണ് നമ്മുടെ മാവ് ഉഴുന്നുവടയുടെ ഇതൊരു ടിപ്പാണ്, ഉഴുന്നുവടയുടെ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പം നമ്മുടെ പൊടി ഫുള്ളായിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. ഓൾറെഡി ഞാൻ അരച്ചെടുത്ത മാവ് ലൂസല്ല. ഇനി ഇത് ഈ പൊടിയും കൂടി ചേർത്ത് കഴിയുമ്പോൾ ഒട്ടും ലൂസാവില്ല. പിന്നെ വേണമെങ്കിൽ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഉഴുന്നുവട നന്നായിട്ട് എളുപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുക, ബേക്കിംഗ് സോഡ. അങ്ങനെയാണെങ്കിൽ ആ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്താൽ മതി. ആദ്യം ഒന്ന് കുറച്ചിങ്ങനെ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് ഇങ്ങനെ ആവാൻ വേണ്ടി നന്നായിട്ട് ഇത് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ട് പിന്നെയും കുറച്ചുകൂടി നന്നായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതി. അപ്പം ഞാനിപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കണില്ല, അല്ലാണ്ട് തന്നെ വലിയ പ്രശ്നമില്ലാണ്ട് ശരിയാവാറുണ്ട് ഉഴുന്നുവട. അപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാനുള്ള ഒരു മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞത് ബേക്കിംഗ് സോഡ ഇടാം. ഉപ്പ് ഒരിക്കലും ആദ്യം തന്നെ ഇടരുത്, പൊരിക്കണതിന് തൊട്ട് മുമ്പായിട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഉഴുന്നുവട ഉണ്ടല്ലോ, ഇപ്പോൾ കൂടുതൽ ഉഴുന്നുവടയുടെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മാവ് അരച്ച് വയ്ക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ നിങ്ങൾ വേറൊരു കാര്യവും ചെയ്യണ്ട. ഇപ്പോൾ കുറേ ഉഴുന്നുവടയുടെ മാവ് ഇങ്ങനെ ഉഴുന്ന് കുറേ അരച്ച് വെച്ചിട്ട് ഒരു നല്ല ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ദിവസം കുറച്ച് പുറത്തെടുത്ത് വെച്ചിട്ട് തണുപ്പറിയതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ആയാൽ കുറച്ച് എളുപ്പമാണ്. നമ്മളിപ്പോൾ അടുപ്പിച്ചിപ്പോൾ ഇങ്ങനെ റമദാനും അങ്ങനെയൊക്കെയുള്ള ടൈമിലൊക്കെ അടുപ്പിച്ച് ഇങ്ങനെ എന്തെങ്കിലും പൊരിക്കുകയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എല്ലാ ദിവസവും അരയ്ക്കാൻ നിൽക്കണ്ട. കാരണം ഈ ഉഴുന്നെന്ന് പറയുന്ന സംഭവം ഭയങ്കര സ്റ്റിക്കിയാണ്. അപ്പോൾ മിക്സിയിൽ അരച്ചെടുക്കാൻ വെള്ളം കുറച്ച് അരച്ചെടുക്കാൻ കുറച്ച് സമയവും ക്ഷമയൊക്കെ വേണം. അപ്പോൾ അരയ്ക്കുമ്പോൾ ഒരുമിച്ച് അരച്ച് വെക്കുകയാണെങ്കിൽ കുറച്ച് എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. മാവ് നല്ല ഇങ്ങനെ സോഫ്റ്റായി വരണ വരെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കണം, കാണിച്ചു തരാം. ഉഴുന്നുവടയുടെ മാവുണ്ടല്ലോ ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 3 പച്ചമുളക്, പിന്നെ ഒരു ചെറിയ സവാള കൊത്തി കുഞ്ഞായിട്ട് അരിഞ്ഞത്, ഇത് 3ആണ് ഇപ്പോൾ ചേർക്കണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇപ്പോൾ ഇത്രയും മാവ് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മാവ് എടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് ഇത് ചേർത്താൽ മതി. അപ്പോൾ അതനുസരിച്ച് അളവ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി സവാളയുടെയൊക്കെ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇത് മൊത്തം മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിലും മാറ്റി വെച്ചാലും പ്രശ്നമൊന്നുമില്ല. പിന്നെ എനിക്ക് തോന്നണ കുറച്ചുകൂടി നല്ലത് മിക്സ് ചെയ്യണേക്കാൾ മുമ്പ് മാറ്റി വെക്കണതാണെന്നാണ്. ഇനി ചിലപ്പോൾ എങ്ങനെ ഫ്രിഡ്ജിലിരുന്ന് സവാളയുടെയൊക്കെ വെള്ളമൊക്കെ ഇറങ്ങിയാൽ അങ്ങനെ ആവണേക്കാളും നല്ലതാണല്ലോ. പിന്നെ 2 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്ത് വെച്ചതാണ്, പൊടിച്ചിട്ടില്ല, ഇങ്ങനെ ചതക്കണയിലിട്ടിട്ട് ക്രഷ് ചെയ്ത് വെച്ചത് 2 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ചേർത്തിട്ട് ഉപ്പ് ചേർക്കണില്ല, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പൊരിക്കണം. തൊട്ട് മുമ്പേ ഉപ്പ് ചേർക്കണുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക, എന്നിട്ട് നമുക്ക് പൊരിക്കാം. ഉപ്പ് ചേർത്ത് നമ്മുടെ ഉഴുന്നുവടയുടെ മാവ് ഞാൻ മൊത്തം മിക്സ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. മാവിൻ്റെ എമൗണ്ട് കുറവ് പോലെ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉപ്പ് ചേർക്കുന്നതിന് മുമ്പ് കുറച്ച് മാവ് മാറ്റിയിട്ടുണ്ട്, വേണമെങ്കിൽ മാത്രം എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് പൊരിക്കണമെന്ന് വെച്ചാൽ ഇതിൽ നിന്നൊരു ഉണ്ട ഇങ്ങനെ എടുക്കുക കയ്യിലേക്ക്, എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് നടുക്കൊരു തുളയിട്ടിട്ട് പതുക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അങ്ങനെയാണ് ഉഴുന്നുവട പൊരിച്ചെടുക്കണം. ഫസ്റ്റത്തെ നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റും. രണ്ടാമത്തത് ഇടുമ്പോൾ കുറച്ച് കയ്യിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് മുക്കിയിട്ട് വേണം ഇതാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇനി മാവ് എടുത്ത് നമുക്ക് പൊരിച്ച് തുടങ്ങാം. ഞാൻ എൻ്റെ പാനിൽ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പൊരിക്കാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരേ ഉഴുന്നുവടയായിട്ട് ഇട്ട് പൊരിച്ചെടുക്കാം. ഈ ഉഴുന്നുവട പൊരിക്കുമ്പോൾ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് പൊരിക്കണതാണ് നല്ലത്. കാരണം നമ്മൾ ഉഴുന്ന് വെന്തിട്ടില്ലല്ലോ, അപ്പോൾ ഉഴുന്ന് വെന്തും കിട്ടണം, പുറം മൊരിഞ്ഞും കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് പൊരിക്കണതാണ് നല്ലത്. ഇനി ഉണ്ടല്ലോ രണ്ടാമത്തെ ഉഴുന്നുവട പൊരിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് വെള്ളം എടുക്കാം. എന്നിട്ട് കൈ ഒന്നിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് വേണം രണ്ടാമത് മാവ് എടുത്തിട്ട് ഇതുപോലെ ഹോളിടാൻ. അല്ലെങ്കിൽ ഉഴുന്ന് ഭയങ്കര സ്റ്റിക്കി ആയതുകൊണ്ട് കയ്യിൽ നിന്ന് എന്തായാലും വിട്ട് കിട്ടൂല, ഷേപ്പും കിട്ടൂല. എൻ്റെ ഉഴുന്നുവടക്ക് ചിലപ്പോൾ ഇത്ര പെർഫെക്റ്റ് ഷേപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ ടേസ്റ്റ് സൂപ്പറായിരിക്കും, ഞാൻ ഗ്യാരണ്ടി. നിങ്ങൾ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ രണ്ടാമത്തെ ഉഴുന്നുവട നമ്മളിങ്ങനെ കൈ നനച്ചാൽ മാത്രമേ ഇത് വിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടൂല കേട്ടോ. രണ്ടാമത്തെ ഉഴുന്നുവട ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാ ഉഴുന്നുവടയും എടുത്ത് പൊരിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് പൊരിക്കണതാണ് എപ്പോഴും സേഫ്. ഉള്ളും വെന്ത് കിട്ടും, പുറം നല്ല ഗോൾഡൻ കളറിലും മൊരിഞ്ഞും കിട്ടും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മൊരിഞ്ഞ് കിട്ടൂല. അപ്പോൾ ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് ഒരു സൈഡ് ആകുമ്പോൾ മറ്റേ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഈ ഉഴുന്നുവട പൊരിക്കണത്. ഇത് വെളിച്ചെണ്ണ തന്നെ പൊരിക്കണം നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഹോട്ടലുകാരൊക്കെ എന്തായാലും സൺഫ്ലവർ ഓയിലൊക്കെ ആയിരിക്കുമല്ലോ പൊരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ അധികം അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സൺഫ്ലവർ ഓയിൽ പൊരിച്ചാലും മതി, പ്രശ്നമൊന്നുമില്ല.
അപ്പോൾ ഞാനിനി ഫുള്ള് ലോട്ടും ഒന്ന് പൊരിച്ച് പോരട്ടെ. അപ്പോൾ നമ്മുടെ ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. ഞാനിത് വൈറ്റ് ചട്നിയുടെ കൂടെയാണ് സെർവ് ചെയ്യണത്. ഇത് എളുപ്പമാണ് ഉണ്ടാക്കാൻ. കുറച്ച് തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും ചുവന്നുള്ളിയും കൂടി ഇട്ടിട്ട് അരയ്ക്കാം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് കടുകും ഒന്ന് താളിച്ചാൽ മതി. കടുകും ഉണക്കമുളകും കറിവേപ്പിലയും താളിച്ചാൽ മതി. ഞാൻ ഈ അരച്ചത് തേങ്ങയിൽ കുറച്ച് തൈരും കൂടി ചേർത്ത് അരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് തൈര് ചേർത്ത് അരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.